ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ലേശം നേരം നടന്നാലോ എന്ന് ആലോചിച്ചൊക്കെ നടക്കുക. അപ്പണ്ട് രാവിലെ 7-7:30 മണിയാ. ഒരു പത്രക്കാരുണ്ട്, ഞാൻ പോണ വഴിയിൽ മറ്റേ ക്യാമറക്കാർ ഇപ്പോൾ ധാരാളം നമ്മുടെ നാട്ടിൽ നിങ്ങൾ എല്ലാവരും കാണും. ഈ ഇലക്ഷൻ പ്രമാണിച്ച് നിലമ്പൂരിക്ക് ധാരാളം ക്യാമറയും TV ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ക്യാമറക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടി കിട്ടി, പെട്ടി വിവാദം തുടങ്ങി. അവ പെട്ടി കിട്ടിയിരിക്കുന്നു, പെട്ടി വിവാദം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ പ്രതിപക്ഷ പ്രവർത്തകരുടെ കാറുകൾ പരിശോധിച്ച് പെട്ടിയുണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ കാറുകളൊക്കെ നോക്കി അതിൽ പെട്ടിയുണ്ടോ എന്ന് നോക്കി പ്രത്യേകം നോക്കി അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. വീരശൂര പരാക്രമികളായ 2 കോൺഗ്രസ് MLA-മാർ അവരുടെ കാറ് തടഞ്ഞു വെച്ച് പെട്ടി തപ്പിയപ്പോൾ പൊട്ടിത്തെറിച്ചു. ഇതാ TV-കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ യൂത്ത് കോൺഗ്രസ്സുകാരായ 2 നേതാക്കന്മാരുടെ പെട്ടി തുറക്കാൻ പറഞ്ഞപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാരെ നോക്കി പൊട്ടിത്തെറിച്ചു. കാണാം എന്ന് നല്ല ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു. അങ്ങനെ വീണ്ടും പെട്ടിയെത്തി, പേടിപ്പിക്കൽ തുടങ്ങി, കാറുണ്ടിക്കും തുറക്കൽ തുടങ്ങി. ഭയങ്കര പ്രചരണം. TV-യിൽ ട്രോള് അടിയിൽ കോൺഗ്രസ്സുകാരുടെ കാറ് പരിശോധിച്ച് പെട്ടിയുണ്ടോ എന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കേട്ടാൽ വിചാരിക്കും കേരള പോലീസ് അതിലൂടെ പോകുന്ന കോൺഗ്രസ്സുകാരുടെ കാറൊക്കെ തടഞ്ഞു നിർത്തി ഡിക്കൊക്കെ തുറന്നു വെച്ച് പെട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളി. പാലക്കാട്ടൊരു പെട്ടി തപ്പിയ അനുഭവം നിങ്ങൾക്കില്ലേ? നമ്മളോട് രാവിലെ ഇല്ലേ, നമുക്ക് വല്ല പിടിയും കിട്ടിയോ? ഞാൻ വിചാരിച്ചു പെട്ടി പാലക്കാട്ടിൽ നിന്ന് നടന്ന് നിലമ്പൂരെത്തിയതാണ്. വടവറം പാലത്തിന്റെ അവിടെ പെട്ടി എത്തിയപ്പോൾ പെട്ടിയെ തടഞ്ഞതാണ്. പിന്നെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ആരുടെയൊക്കെ കാർ അവിടെ പരിശോധിച്ചിരിക്കുന്നത്. UDF-ന്റെ MLA-ന്റെ കാർ നടാടെ അതിനാണോ പരിശോധിച്ചിരിക്കുന്നത്? പിന്നെ നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ എന്താ സ്ഥിതി? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് PK ബിജു ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാറ് 4 വട്ടമാണ് പരിശോധിച്ചത്. PK ബിജുവിന്റെ കാറ് 4 വട്ടം. സഖാവ് രാധാകൃഷ്ണന്റെ കാറ് പരിശോധിച്ച ആളെ കുറിച്ച് ഞാൻ ആലോചിക്കുക, എന്ത് കിട്ടാനാ? രാധാകൃഷ്ണന്റെ കാറ് പരിശോധിച്ചാൽ ഒന്നും കിട്ടൂല എന്ന് കേരളത്തില് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. രാധാകൃഷ്ണന്റെ കാറും പരിശോധിച്ചു. പിന്നെ നോക്കുമ്പോൾ എന്താ, എല്ലാവരുടെ കാറും ഇവിടെ പരിശോധിച്ചിരിക്കുക. റോട്ടിൽ കൂടി വരുന്നവരെ കാറൊക്കെ പരിശോധിക്കാനുണ്ട്. കാരണം അവിടെ നിൽക്കില്ലേ, വടപുറം പാലത്തിന്റെ അവിടെയാണ് ഈ പരിശോധനക്കാരൻ നിൽക്കുന്നത്. വടപുറം പാലം കിടക്കാതെ നിലമ്പൂരിക്ക് വരാൻ പറ്റുമോ? നിലമ്പൂരിക്ക് വരുന്ന പ്രധാന വഴിയിലല്ലേ പാലം കടന്നല്ലേ നിലമ്പൂരിക്ക് നമുക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് ഈ പെട്ടി പരിശോധിക്കുന്ന ആൾക്കാർ, കാറ് പരിശോധിക്കുന്ന ആൾക്കാർ നല്ലൊരു വിദ്യ കണ്ടുപിടിച്ചു. അവിടെ തന്നെ കൊണ്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നുണ്ട്, ഇടത്ത ഭാഗത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, 2-3 പോലീസുകാർ കാണുന്നുണ്ട്, ഒരു കാറ് കാണുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് പരിശോധനക്കാരായിരിക്കും. അവരെങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കാറും പരിശോധിക്കുക. ഇന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു മന്ത്രി, അദ്ദേഹത്തെയും തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ കാറും പരിശോധിച്ചു. ഇനിയിപ്പോൾ പ്രസാദിന്റെ കാറ് പരിശോധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മന്ത്രിയുടെ കാറ്, മന്ത്രി തന്നെ എൻ്റെ കാറും പരിശോധിച്ചു. സന്തോഷമായി. എന്താ സന്തോഷം? അല്ല, ഈ കോൺഗ്രസ്സുകാരെ കളവ് അതിലോട്ട് ഒളിഞ്ഞിട്ട്. കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾ അവർ നല്ല ആളുകളും നിഷ്പക്ഷമതികളും ആയതുകൊണ്ട് പ്രതിപക്ഷക്കാരുടെ കാറുകൾ മാത്രമാണ് പരിശോധിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ കാറ് ഇതാ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അവന് മറുഭാഗം എന്താ? വലതുപക്ഷക്കാരുടെ അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെന്റ്, പിണറായി വിജയന്റെ പോലീസ് പോയി എവിടെയാണ് ഷാഫി, എവിടെയാണ് മാങ്കൂട്ടം, എവിടെയാണ് സതീശൻ, എവിടെയാണ് രമേശൻ എന്നൊക്കെ അന്വേഷിച്ച് അവരുടെ കാറൊക്കെ വടപുറം പാലത്തിന്റെയും ഇപ്പുറത്ത് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലൊക്കെ തടഞ്ഞ് നിർത്തി ഡിക്ക് തുറക്ക് എന്ന് പറയുന്നത്. പെട്ടി എവിടെ എന്ന് ചോദിക്കാൻ എന്തൊരു പീഡനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊളിഞ്ഞ് പാളീസായില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് പ്രസ്താവനയുടെ രംഗത്ത് വന്നു. ഇത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. കള്ളപ്പണവുമായി ആരെങ്കിലും നിയോജകമണ്ഡലത്തിൽ വരുന്നുണ്ടോ, ആ തെറ്റായ പണം
നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ? ഇത് പരിശോധിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിലൂടെ പോകുന്ന വാഹനങ്ങളെ അവർ പരിശോധിക്കും, ഡിക്ക് തുറക്കാൻ പറയും, അതിൽ പണമുണ്ടോ എന്ന് നോക്കും, ഇല്ലെങ്കിലോ പോയിക്കൊള്ളാൻ പറയും. അപ്പൊ നിയമവിധേയമായി ജീവിക്കുന്ന ഏതൊരു പൗരനും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കാറ് തടഞ്ഞു നിർത്തി ഒന്ന് ഡിക്ക് തുറക്കൂ എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കും. നമ്മളെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് ഒന്ന് നോക്കട്ടെ, ബാഗ് കുടിച്ചോളൂ, തുറക്കട്ടെ, തുറന്നോളൂ. ഞങ്ങൾ തുറക്കൂല, എന്നാ ഞങ്ങൾ തുറന്നു തരാം. അങ്ങനെയല്ലേ നിയമവിധേയനായ ഒരു പൗരന് അങ്ങനെയാണ് പെരുമാറുക. രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിധേയരായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ രാധാകൃഷ്ണനെ വിളിച്ച് പോലീസ് തടഞ്ഞു. രാധാകൃഷ്ണൻ പുറത്തിറങ്ങി, നിങ്ങൾ പരിശോധിച്ചോളൂ. പോലീസ് വാതിലൊക്കെ തുറന്ന് ഡിക്കൊക്കെ തുറന്നു, ഒക്കെ നോക്കി, പെട്ടിയൊന്നുമില്ല, ആ പോയിക്കോളൂ. ഈ ബിജുവിന് എന്താ അറിയില്ല, 4 വട്ടം നോക്കി, 4 വട്ടം നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, പോയിക്കോളൂ. അങ്ങനെ നമ്മളെയൊക്കെ നോക്കിയിട്ടുണ്ടാവും, ഒന്നും കിട്ടിയില്ല, പോയി. കോൺഗ്രസ്സുകാരെ നോക്കി, അപ്പോഴെങ്ങനെ കോലാഹലം, അപ്പോഴേക്ക് കോലാഹലം. ഇതാ ഞങ്ങളെ നോക്കാൻ പാടുണ്ടോ, ഞങ്ങളെ നോക്കാൻ പാടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥന് ഭീഷണി. അത് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്താൻ സമ്മതിക്കാതെ പോലീസിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ആലപ്പുഴ കണ്ട്. അതാണിപ്പോ എല്ലാം നമ്മളെ ഗവൺമെന്റിനെതിരായിട്ട് അടിക്കും. അതിവിടെ സ്ഥിരം പ്രവർത്തനമാണ്. ഒരു വന്യജീവി നാട്ടിലിറങ്ങിയിരിക്കുക, ഉടനെ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് വന്യജീവി നാട്ടിലിറങ്ങിയത്. അപ്പൊ തമിഴ്നാട്ടില് വന്യജീവി നാട്ടിലിറങ്ങിയാലോ, ആന്ധ്രയിൽ വന്യജീവി നാട്ടിലിറങ്ങിയാലോ? ഡൽഹിയിൽ വരെ പുലി വന്നിട്ടുണ്ടെന്നാണ്. ഡൽഹിയിലൊരു പുലി, ഫരീദാബാദിലൊരു വീട്ടുടമ എന്നപ്പോ ബെഡ്റൂമിൽ കിടക്കുന്നുണ്ട് പുലി. ഡൽഹിയിലെ വീട്ടുടമന്റെ ബെഡ്റൂമിൽ എങ്ങനെയാ പുലി എത്തുക? വലിയ അന്വേഷണം നടത്തി. അപ്പോഴാണ് മനസ്സിലായത്, മധ്യപ്രദേശിൽ കൂടി രാത്രി ലോറി വരുമ്പോ ആ ലോറിന്റെ മേലെ പുലി കയറി. ഡ്രൈവർ ഡൽഹിയിലെത്തിയപ്പോഴാണ് നിർത്തിയത്. അവിടെ പുലി ഇറങ്ങി. പുലിക്കെന്ത് ഡൽഹി, പുലിക്കെന്ത് മധ്യപ്രദേശ്. ഇറങ്ങി അവൻ നോക്കി, അവിടെ ഗുഹയൊന്നും കാണാനില്ല. അപ്പൊ നല്ലൊരു വീട് അകത്ത് കയറി, ബെഡ്റൂമിൽ കയറി, അവിടെ കിടന്നു. പിടിച്ചില്ലേ? അതിൽ രാഷ്ട്രീയം ഉണ്ടോ? ഒരു രാഷ്ട്രീയം ഉണ്ടാവോ? സ്ഥിതി എന്താ? എല്ലാം ഇടതുപക്ഷത്തിനും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കെതിരായിട്ട് വഴിതിരിച്ചുവിടുക. അപ്പൊ പിന്നെ ആന വന്നാൽ പൂരത്തിന് ഉത്സവത്തിന് ആന നിർത്തുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് 5 ആനയെ നിർത്തിയാല് ഓരോ ആനേന്റെ ഉടമസ്ഥന്റെ പേരുണ്ടാവും. ഉടമസ്ഥന്മാരെ പേരും കൂടി വെച്ചിട്ടാണ് ആനേന്റെ പേര് രേഖപ്പെടുത്തുക. ഏതാണ്ട് അതുപോലെയാണ് നാട്ടില് വന്യമൃഗം ഇറങ്ങിയാൽ ആ വന്യമൃഗം ഇറങ്ങിയതിന്റെ കുറ്റം ഇടതുപക്ഷത്തിന് നേരെ ചാർത്താൻ നോക്കും. എന്തെങ്കിലും ഒരു അക്രമ ആന ഉപദ്രവിച്ചാൽ ഗവൺമെന്റിന്റെ ആന ഉപദ്രവിച്ചതുപോലെ. അപ്പൊ ഗുരുവായൂർ കേശവൻ, തെച്ചിക്കോട്ടൂർ രാമേന്ദ്രൻ, പിന്നെ പാറയമേക്കാവ് രാമകൃഷ്ണൻ, ആനയ്ക്കിങ്ങനെ പേരല്ലേ? ആ കൂട്ടത്തില് കാട്ടാനെ കണ്ടാൽ പിണറായി കാട്ടാന. അതെ, തെച്ചിക്കോട്ടൂർ രാമേന്ദ്രൻ കാട്ടാനാണെങ്കിൽ പിണറായി കാട്ടാന. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിലുണ്ടോ? രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? ഈ നിലയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ? അത് രാഷ്ട്രീയമായിട്ട് ഗവൺമെന്റിനെതിരെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇവിടെ ഓരോ സംഭവത്തെയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഉപയോഗിക്കുക. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടി പരിശോധിച്ചാൽ അതിന്റെ കുറ്റം പിണറായിക്ക്. അതൊരു വല്ലാത്ത നിലപാടാട്ടോ. പിണറായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഔദ്യോഗിക കാര്യനിർവഹണം നടത്തുന്നു. എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എന്താ അവരുടെ ലക്ഷ്യം? എന്തിനാ ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുന്നത്? ഇങ്ങനെയാണോ പെരുമാറുക? നിയമപരമായ പ്രവർത്തനം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയാൽ അതിനോട് സഹകരിക്കില്ലേ നിയമവിധേയമായി ജീവിക്കുന്ന പൗരന്മാർ ചെയ്യേണ്ടത്? അല്ല, നിയമത്തിന് വിധേയമായൊക്കെ ജീവിക്കാനുള്ള അവകാശം പൗരന്മാരായ നമുക്ക്
കോൺഗ്രസ്സുകാരായാൽ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരായാൽ അവർക്ക് ഒരു നിയമവും ബാധകമല്ല. നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ ഭീഷണിപ്പെടുത്തും എന്ന സ്ഥിതി ഇപ്പം ഉണ്ടായിരിക്കുക ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ. കയ്യോടെ പിടിക്കപ്പെട്ടോണ്ടല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നോണ്ടല്ലേ. അല്ലെങ്കിൽ ഇത് പിണറായി നടത്തുന്ന പരിശോധനയായിട്ട് മാറില്ലേ? അത് ഇവരെ മാത്രമേ തെരഞ്ഞെടുപ്പിച്ച് നടത്തുകയാണെന്നല്ല വ്യാഖ്യാനം വരില്ലേ? ഇവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ അതുമായി രംഗത്ത് വരില്ലേ? അങ്ങനെയല്ലേ? ഇവർക്കുള്ള സംരക്ഷണമാണല്ലോ കിട്ടുക. ഇവിടെ തൊട്ടടുത്ത വഴിക്കടവില് പന്നിയിറച്ചിക്ക് വേണ്ടി ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവിതത്തെ തട്ടിമറിച്ച് ഇല്ലാതാക്കിയ ആ കൂട്ടർ, അതിനെതിരായി നമ്മുടെ നാട്ടിൽ ജനവികാരം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇവരുടെ പരിപാടി എന്താ? അതും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തിനെതിരായാണ് ജനങ്ങളുടെ വികാരം. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ നിലമ്പൂരിൽ റോഡ് തടയുമ്പോ അതിലൊരു ഗൂഢാലോചന ഉണ്ടാവുമെന്ന് സംശയിച്ചൂടെ? സത്യം അറിയുന്നതിനും പിന്നെ റോഡ് തടയുമ്പോ ഒരു ഗൂഢാലോചന ഉണ്ടോ ഈ സംഭവത്തിൽ നിന്ന് ന്യായമായി ആർക്കും സംശയിച്ചൂടെ? ആ സംശയമാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി രേഖപ്പെടുത്തിയത്. മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു സംശയിക്കണ്ടേ. ഞാൻ പിറ്റേന്ന് നോക്കുമ്പോ 9 മണി ചർച്ച. ആ 9 മണി ചർച്ച എന്താ? 9 മണി ചർച്ച ഒരു വിഷയത്തെ കുറിച്ചല്ല, ഒരു വാക്കിനെ കുറിച്ചാണ്. ഒരു വാക്കിനെ കുറിച്ച് ഞാൻ കുറെ ആളുകളിരുന്ന് 9 മണി ചർച്ച നടത്തുന്നതാണ് ഞാൻ അന്തം വിട്ടുപോയി. ഗൂഢാലോചന ഗൂഢാലോചന ഒറ്റ ആ വാക്കിനെ കുറിച്ചാണ് 9 മണി ചർച്ച. ആ സംഭവത്തിന് ഇരയായ ആളുകളെ കൈയോടെ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ അവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഇത്തരം പന്നിക്കണി വെക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അതിന്റെ പേരിൽ ഇറച്ചി കച്ചവടം വന്യമൃഗത്തെ ഇറച്ചി കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അതിന്റെ പിന്നിലെ അവരെ സംരക്ഷിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ആ ചർച്ചയില്ല, ആ ചർച്ചയേ ഇല്ല. ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി തിരിക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക് ഗൂഢാലോചന എന്ന വാക്കിനെ അന്വേഷിച്ച് 9 മണിക്ക് ഒരുപാട് ചാനലിൽ ആളിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എന്താ ഇത് കാണിക്കുന്നത്? എന്താ UDFന്റെ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട? ശരിയായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് പോലെ കൃത്യമായ നിലപാടുകൾ ഉറപ്പിച്ച് പറയണ്ടേ?